മക്കളെ നീ ഇതുവരെ കിടന്ന് ഉറങ്ങിയില്ലേ? അതുമല്ല 24 മണിക്കൂറും ഫോൺ നോക്കിക്കൊണ്ടിരിക്കരുത്, കണ്ണടിച്ചു പോവും. ചിറ്റപ്പ നാളെ സ്കൂളിലല്ല, ഇവനെ കുറച്ച് ലേറ്റ് ആയിട്ട് ഇറങ്ങിയാലും കുഴപ്പമില്ല. മക്കളെ സ്കൂൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നേരത്തെ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എണീക്കണം. രാവിലെ എണീറ്റ് പഠിച്ചാലേ എല്ലാം തലേ കയറും. പോ പെട്ടെന്ന് പോയി കിടന്നുറങ്ങാൻ നോക്കും. എന്നിട്ട് ഈ പറയുന്ന ആള് ഹർത്താലുള്ള ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെ കിടന്നുറങ്ങണം ഞാൻ കണ്ടിട്ടുണ്ടല്ലേ. ഇടാ മോനെ, എന്നെ പോലാണോ നീ? ചിറ്റവൻ വയസ്സായില്ലേ? നീ വളർന്നു വരണ ചെറുക്കനല്ലേ? പോ എന്ന് പറയാതെ പോയി കിടന്നുറങ്ങും. പോണ് അതല്ലെങ്കിലും ആര് വന്നാലും പിള്ളേർക്കാണല്ലോ കിടക്കപ്പുറത്തി ഇല്ലാത്തത്. ആഹാ, നീ കൊള്ളാലാടാ. ഞാൻ പോയേക്കാം. മണിയത്തരായി ഫോണിൽ കുത്തി കളിച്ചോണ്ടിരുന്നാ മതി, ഉറങ്ങണ്ടേ? നീ കിടന്നുറങ്ങണില്ലേ? നീ എന്തോന്ന് കറങ്ങി കൊണ്ട് കിടക്കണേ? എനിക്കതിനെ ഉറങ്ങാൻ പറ്റില്ലടേ. സൈഡിൽ പണിയിടക്കില്ലേ, സിമന്റും മണലും കമ്പിയൊന്നും ഇതുവരെ എത്തിയില്ല. ഇവിടെ സിമന്റും മണലും കമ്പിയൊക്കെ അവിടെ എത്തിക്കോളും. ലോഡ് വരാണ്ടൊക്കെ കറക്റ്റായിട്ട് വരും. നീ കിടന്ന് ഉറങ്ങാൻ നോക്കും. നമ്മൾ എത്ര ലോഡ് കണ്ടത് എന്നൊക്കെ. പഞ്ചായത്ത് അരി മണ്ണെണ്ണ ലോഡ് ഇറക്കുമ്പോഴല്ല, അത് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത പ്രോജക്റ്റാണ്. അത് ചെല്ലായി മാഡത്തിൻ്റെ. അവർ ഒരു വീടിൻ്റെ ബേസ്മെൻറ്റിന് 20 ലോഡ് മണലും സിമന്റും ചാക്കും കരിക്കല്ലുമാണ്. അതുകൊണ്ട് അല്ല, നീ ഇവിടെ ഉറങ്ങാതിരുന്നുണ്ട് എല്ലാ സാധനങ്ങളും എത്തുമോ? പോടാ, ഉറങ്ങാൻ നോക്ക്. പോ. ഞാൻ പോണു. അപ്പോൾ നീ കാര്യം ചെയ്, നീ ലോഡും സിമന്റും മണലും ഒക്കെ ഇറക്കിയ ശേഷം കിടന്ന് ഉറങ്ങിയാൽ മതി. ഞാൻ നോക്കിക്കോളാം. ശരി. അരക്കിലെ പഞ്ചാര മണ്ണാണ് ഇറങ്ങണാണ് അവൻ്റെ ആട. ഇപ്പം എന്ത് ചെയ്യും? ലോഡ് വന്നില്ലെങ്കിൽ സ്റ്റെല്ല മഠത്തിന് വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ കുഴപ്പമെന്ന് വിചാരിക്കും. അടുത്ത വർക്ക് കിട്ടാളല്ലേ. റിങ്ങിന് എടുക്കണില്ല. അയ്യോ, മണി 11:30. രാത്രി വിളിക്കണ്ടായിരുന്നു ഈ ആ സമയത്ത്. അതുപോലെ മിസ് കോൾ അടിച്ചല്ലേ. അല്ല, അബദ്ധം പറ്റിയാണെന്ന് പറയാം. അല്ല, ഇപ്പം എന്ത് ചെയ്യേ? ഹലോ, കട്ട് ചെയ്താ? അയ്യേ, ഹലോ, ഇത് കട്ട് ചെയ്യണത് ഇവര്? ഞാൻ ഇനിയിപ്പോൾ അസമയത്ത് വിളിച്ചോണ്ട് എന്നെ തെറ്റിദ്ധരിക്കും. ഇനി വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഞാൻ പറയാം, ഇങ്ങനെ അത്യാവശ്യമാണ് വിളിച്ചതാണ് എന്ന് പറയാം. അല്ലെങ്കിൽ അവർ വിചാരിക്കും ഞാൻ രാത്രി ആൾക്കാരെ വിളിക്കണ ഒരു ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കും. ടൈപ്പ് ചെയ്യാം. ഹായ് മേഡം. പോയി ഞാൻ വിളിച്ച് ബ്ലോക്ക് ചെയ്താ? അയ്യോ, ഞാൻ ചെയ്തില്ലല്ലേ. നീ കംപ്ലൈൻ്റ് ആയിട്ടാ ചെയ്യൂ. ഇത് ഒറ്റയ്ക്കിരുന്ന് വർത്താനം പറയണത്? ഒറ്റയ്ക്കിരുന്ന് വർത്താനം പറയണത് ഒന്നുമില്ല. മോൻ എന്താ വല്ലാണ്ടിരിക്കണേ? എന്നിട്ട് ഞാൻ ഇവിടെ എൻ്റെ കൂട്ടുകാരൻ മെസ്സേജ് അയച്ചത്. കൂട്ടുകാരൻ ഇപ്പം എന്തിൻ്റെ മെസ്സേജ് അയച്ചേ? നമ്മളെ 10ാം ക്ലാസ്സിൽ പഠിച്ച പഴയ ഫ്രണ്ട്, അവൻ്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് ഞാൻ ഹാപ്പി ബർത്ത്ഡേ അയച്ചല്ലേ. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ആയിട്ടല്ലേ അയക്കേണ്ടത്? ഇത്ര ടെൻഷൻ അടിച്ചടിക്ക് അയക്കണ എന്തിനാ? അല്ല, അവ ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞൂടല്ല. 56 വയസ്സൊക്കെ ആയില്ലേ. അപ്പം സ്ഥിരം ഞാൻ മെസ്സേജ് അയക്കും. ഇപ്പോൾ ആളുണ്ടോ ഇല്ലെന്ന് അറിഞ്ഞൂടാ, അതിൻ്റെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എന്ത് പറയണത്? ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാണ്ട് മെസ്സേജ് വെച്ചിട്ട് ടെൻഷൻ അടിച്ചിരിക്കുക. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും. നല്ലോണം ഉറങ്ങാത്തതുകൊണ്ടാണ് പരസ്പരം ഇതുമായിട്ട് വർത്താനം പറയണത്. നീ പോയി കിടന്നുറങ്ങും. നിങ്ങൾ പോയി കിടന്നുറങ്ങിയേ. വന്നേക്കോളൂ. ഞാൻ വരാം. മര്യാദക്ക് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങ്, അല്ലെങ്കിൽ ഇങ്ങനെ എന്ത് വിച്ചുമ്പേയും പറയും. വായിക്കോളൂ. ആകെ പ്രശ്നമായി. എന്ത് മെസ്സേജ് അയച്ചത്? അല്ല, ഉണ്ടയില്ലെന്ന് അറിഞ്ഞൂടല്ലോ. എന്തൊക്കെ പറയണു? ചേട്ടത്തി ചായ. നേരത്തെ എണീറ്റാ? ഉറക്കം ശരിയായില്ല. നിങ്ങളുടെ അണ്ണനും ഉറക്കം ശരിയായിട്ടില്ല. രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കണ്ടായിരുന്നു. എന്തോ ആലോചിച്ചിട്ടാ കിടക്കണത്. അയ്യോ, എന്ത് പറ്റി? വല്ല അസുഖം വല്ലതും ഉണ്ടോ? അസുഖമൊന്നുമില്ല ചിറ്റപ്പ. അച്ഛൻ പകല് കിടന്ന് ഉറങ്ങും, എന്നിട്ട് രാത്രി ഉറങ്ങൂല. അതങ്ങനെയാണ്. പകല് കിടന്നുറങ്ങി രാത്രി ഉറങ്ങാൻ പറ്റൂല. പണ്ട് കൊച്ചിലെ അച്ഛൻ്റെ എന്തുമാത്രം അടി കൊണ്ടിട്ടെന്ന് അറിയാമോ? പകല് കിടന്നുറങ്ങണേ.
എന്നാ പിന്നെ അപ്പൂപ്പനെ വിളിച്ചു വരുത്തി രണ്ടടിയും കൂടെ അങ്ങ് കൊടുത്താലമ്മേ. ഇപ്പൊ പോകുമ്പോൾ നാട്ടിൽ പോകുമ്പോൾ കിട്ടുന്നുണ്ടല്ലോ അച്ഛൻ്റെ നിന്ന്. എത്ര അടി കിട്ടിയാലും അവൻ പകൽ ഉറക്കം മാറ്റൊന്നുമില്ല. നിങ്ങൾ പറയുന്ന പോലെ ബാലുവിന് അതുകൊണ്ടൊന്നും അല്ല, എന്തോ പേടി തട്ടിയിട്ടുണ്ട്, അതാണ്. ആർക്ക്? അവനാ? അവൻ ആരെ പേടിക്കാൻ? അവനല്ലെങ്കിൽ ആരെയും പേടിയുണ്ടാ? അമ്മേനെ. ആ അത് ശരി. ലച്ചുവേ. അല്ല, ആരെങ്കിലും ഒരാളെങ്കിലും പേടി വേണമല്ലോ. ഓ പിന്നെ ഭയങ്കര പേടിയാണ് എന്നെ. ചായയുടെ അടുത്ത് ചായ എടുക്കാൻ പാലുമായിട്ട് പാല് വരാണ്ട് ചായ എങ്ങനെ ഇടണത്? ചായ. ഇനി ആരെങ്കിലും ഉണ്ടോ വരാൻ? യേശു കൂടെ ഉണ്ട്. എന്തമ്മ ചോദിച്ചേ? അതെ, നിന്റെ അച്ഛൻ പാല് വാങ്ങിക്കാൻ പോയിട്ട് പാലും കൊണ്ട് ഇതുവരെ വന്നില്ല. പാലും കൊണ്ട് വന്നാലേ ചായ ഇടാൻ പറ്റുള്ളൂ എന്ന് ചേട്ടത്തി പറയണം. നാളെ തൊട്ട് അച്ഛനെ രാവിലെ പാല് വാങ്ങാൻ വിടല്ലേട്ടാ. അച്ഛനെ ഈ കവലെ പോയി അവിടെ നിന്ന് സംസാരിച്ച് പാലൊക്കെ വാങ്ങി ഇവിടെ എത്തുമ്പോൾ ഊണ് കഴിക്കാൻ സമയവും. പിന്നെ ആര് ചായ കുടിക്കാനാ? അപ്പോഴും പാല് തൈരാവൂല്ലേ? ആ ഞാൻ അവിടെ ഇട്ട് തട്ടി 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 അത് ഒന്നാമത്തെ പൊളിഞ്ഞിരിക്കുകയാണ്. അത് ഇനി പൊളിച്ചിട്ടേ പോവുള്ളൂ. വന്ന് ശരിയാക്കി തരുമോ? ആ പറ, എന്താ പറയാൻ പോയത്? അല്ല, പാല് തൈരാവൂന്ന് പറഞ്ഞതാ ആ സമയത്ത്. അതാണ് ഇത്ര വലിയ കാര്യം. അല്ല, കാര്യമൊന്നുമില്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ ഇവിടെ പാല് വീട്ടിൽ കൊണ്ടുവരുന്ന പയ്യന്മാരൊക്കെ കാണൂല. അവന്മാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ രാവിലെ അവൻ പറയും പാല് ഇവിടെ കൊണ്ടുവരൂലേ. ഇങ്ങനെ കിടന്ന് ഓടണോ? നീ മാസം മാസം പൈസ അവനെ കൊടുത്തോളൂ. അല്ല, ഇതാകുമ്പോൾ പാലിൻ്റെ പൈസ നിങ്ങളെ ചേട്ടൻ തന്നെ കൊടുത്തോളൂ, അല്ലെങ്കിൽ അതും എൻ്റെ കയ്യിൽ നിന്ന് പോകും. ഓരോ ഐഡിയ മണ്ടൻ ഐഡിയ കൊണ്ടുവരും. ഞാൻ നിന്നോട് പറഞ്ഞതാണ് വാ തുറക്കരുതെന്ന്. ഇനിയിപ്പോൾ പാൽ ചായ ഇല്ലെങ്കിൽ കട്ടൻ ചായ എങ്കിലും എന്താ? അത് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, തരാം. ആ ബാലു, ബാലേ, എന്ത് ഞാൻ തൊള്ളിയിട്ടിട്ട് കൂടി ബാലു കേട്ടിട്ടില്ല. ഞാൻ എന്തോ ഇങ്ങനെ ആലോചിച്ചോണ്ട് പോയായിരുന്നു. അത് മനസ്സിലായി. എന്താണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. അത് വെറുതെ ബാലുവിന്റെ മുഖം നോക്കാൻ അറിയാ എന്തോ ആലോചിക്കേണ്ടത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശ്നമില്ല. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് രാഘുമാറേ. മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. എന്താ പ്രശ്നം പറ. അല്ല, രാഘുമാർ ഇപ്പോൾ ഫ്രീ ആണ്? പിന്നെ ഞാൻ ഫ്രീ അല്ലേന്ന് കാര്യം പറ. എന്താ പ്രശ്നം? അതെ, രാഘുമാറെ ഒരു 10-11 മണിക്ക് ആർക്കെങ്കിലും ഫോൺ ചെയ്താൽ കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? നമ്മൾ എണിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വരുമ്പോഴേക്ക് തന്നെ ഒരു 10-10:30 മണിയാവും. പിന്നെ നമ്മളൊരു 11 മണിക്ക് 11:30 മണിക്ക് ആരെങ്കിലും വിളിച്ചപ്പോൾ എന്ത് കുഴപ്പം? അല്ല ഈ സ്ത്രീകളെ വിളിച്ചാൽ കുഴപ്പമുണ്ടോ? സ്ത്രീകളാണെങ്കിൽ ആണുങ്ങളാണെങ്കിൽ നമ്മൾ 11:30 മണിക്കോ 12 മണിക്കോ ഒക്കെ വിളിച്ചാൽ എന്ത് കുഴപ്പമെന്ന്? അതായത് ഇത് പകലല്ല, രാത്രിയാണ് വിളിച്ചത്. രാത്രിയാ? സ്ത്രീയാ? ഓ, രാത്രിയൊക്കെ ആ സമയത്ത് വിളിച്ച പ്രശ്നമാണ്. പാലും ആരെങ്കിലും വിളിച്ചാ? ഞാൻ വിളിച്ചപ്പോഴാണ് ഞാൻ ക്ലോക്ക് നോക്കിയത്. അപ്പം മണി 11:30 അപ്പോഴത്തെ ഞാൻ കട്ട് ചെയ്തു. ആ, അത് ബാലുവിൻ്റെ മാന്യത. ഏതായാലും കട്ട് ചെയ്തല്ല. ഒരു കാര്യം ചെയ്യ്, ഇന്ന് വിളിച്ച് സോറി പറഞ്ഞാൽ മതിയല്ലോ. അല്ല, ഞാൻ സോറി ഇന്നലെ തന്നെ സോറി പറയാൻ വേണ്ടി ഞാൻ ഇന്നലെ തന്നെ വിളിച്ചപ്പോഴേ അവർ കട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ഇൻസൾട്ടായി, എൻ്റെ ഈഗോ ഹർട്ട് ചെയ്ത്. അപ്പോൾ ഞാൻ വാട്സപ്പിൽ ഇത് ഞാൻ ഇങ്ങനെ അബദ്ധം പറ്റി, അതുകൊണ്ട് ഞാൻ അറിയാതെ വിളിച്ചതാണെന്ന് പറയാൻ വേണ്ടി മെസ്സേജ് അയച്ചപ്പോഴേ അവർ വാട്സപ്പ് ബ്ലോക്ക് ചെയ്തു. അത് കൈവിട്ട് പോയാലോ ബാലു? എന്തിനാ രണ്ടാമത് വിളിക്കാൻ പോയേ? അല്ല, ഞാൻ പറയും എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണ്ടേ? അല്ല, അവർ വിചാരിക്കുമല്ല നരമ്പ് രോഗി വിളിച്ചാണെന്നല്ലേ വിചാരിക്കുള്ളൂ. ഞാൻ അങ്ങനെയുള്ള ആളല്ലല്ലോ. അത് അവർക്കറിയില്ലല്ലോ. ഇപ്പം എന്ത് ചെയ്യും? ബാലുവിന് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്നല്ലേ. ആകെ പോട്ട്, ബാലുവിന് ഈ കക്ഷി പേഴ്സണലായിട്ട് അറിയാവുന്നതാണോ? പേഴ്സണലായിട്ട് നമ്മൾ സംസാരിച്ചിട്ടൊന്നുമില്ല, ഫോൺ ചെയ്തിട്ടുമില്ല. എവരെ വർക്കാണ് ഞാൻ ഇപ്പോൾ ഏറ്റെടുത്ത് ചെയ്യണത്. അപ്പോൾ അതാണ് അതിൻ്റെ വർക്കിൻ്റെ കാര്യത്തിന് വേണ്ടി വിളിച്ചതല്ലേ. അപ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അസമയത്തൊക്കെ ഇങ്ങനെ വിളിച്ചാൽ ഏത് സ്ത്രീ ആയാലും ഇങ്ങനെയല്ലേ പ്രതികരിക്കൂ? അല്ല, എൻ്റെ പേടി അതല്ല. പേടി എന്താണ്? അവരിനി കേസ് കൊടുത്താലോ ബാലുവിൻ്റെ? അയ്യോ, കേസ് കൊടുത്തതിന്? അല്ല, ബാലുവിനെ ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. പക്ഷെ അതിൻ്റെ ഒരു ലീഗൽ സൈഡും കൂടി ഞാനൊന്ന് പറഞ്ഞതാണ് ബാലുവിൻ്റെ അടുത്ത്. അതേ ബാലു, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് സൂം മീറ്റിംഗ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് അറ്റൻഡ് ചെയ്തു. നേരത്തെ പറഞ്ഞ് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട്. അല്ല, ഞാൻ ഫ്രീ ആണ്, ഇവിടെ വീട്ടിൽ ഫ്രീ ആണ്. പക്ഷേ ഈ സൂം കോൾ ഞാൻ അറ്റൻഡ് ചെയ്യാന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറയാം, ഒഴിവാകല്ലേ? കോള് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണെന്ന്. എന്തുണ്ടെങ്കിലും വിളിക്കും ബാലു, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിളിക്കും. രാഘുമാർ ആയ കാലത്ത് ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല. ഈ വയസ്സായ കാലത്ത് എനിക്കിനെ അബദ്ധം പറ്റി. രാഘുമാർ കൂടെ നില്ലേ? ഞാൻ കൂടെ തന്നെ ഉണ്ട്. ഈ കോള് കഴിഞ്ഞാൽ ഞാൻ കൂടെ തന്നെ. ഞാനുണ്ട് ബാലു, സമാധാനമായിട്ട് പോ. ആ, സ്കൂട്ടിയാണ് കള്ളായി. അത് നേരത്തെ വിളിക്കാൻ തോന്നി. ആകെ പ്രശ്നമായല്ലേ. എന്താ എന്ത്
ഒന്നുമില്ല മക്കളൊരു കാര്യം ചെയ്യ്, ഈ പാല് കൊണ്ട് അമ്മേരെ കൊടു. ഇതാ അമ്മ ഒന്ന് എടുത്തോണ്ട് പോയിക്കോളൂ. ആ കൊണ്ടുവിടെ ഒരു ചായ ഇട്ട് പറ പോ. എന്തൊരു കഷ്ടമല്ല. ഓ സമയം പൂച്ച തൂക്കി നടക്കും. ഛേ അത് പ്രശ്നമായില്ലേ. ഞാൻ അവരെ വിളിക്കാം, മാഡത്തിനെ വിളിച്ചിട്ടേ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്ത് തല വരാൻ നോക്കാം. അല്ലെങ്കിൽ നമ്മൾ അഴിയെണ്ണ വരും. ഇനിയിപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് എടുക്കുമോ? രണ്ടാമത്തെ നമ്പറിൽ വിളിക്കാം. ആ ഹലോ മാഡം, ഞാനാണേ. രാത്രി 11:30 വിളിച്ചില്ലേ? അല്ല അത് വേറെ ഒന്നുമല്ല, ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, തെറ്റാണെന്ന് മനസ്സിലായി. രാത്രി വിളിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ അത് ശരിയല്ലല്ലോ എന്ന് പറയാൻ വേണ്ടിയാണ് ഒന്നുകൂടെ വിളിച്ചത്. അപ്പോൾ പിന്നെയും മാഡം അത് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് ആകെ ടെൻഷനായി. കാരണം ഞാനൊരു അങ്ങനെ ഒരാളല്ലല്ലോ. അപ്പോൾ പിന്നെ അതിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ മെസ്സേജ് അയച്ച് വാട്സാപ്പിൽ. അപ്പം മാഡം ബ്ലോക്ക്. ഹലോ 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 അയ്യേ ഛേ, ഇനിയിപ്പോൾ അവരെന്ത് വിചാരിക്കുമെന്തോ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? നീ എന്തൊക്കെ പറഞ്ഞാലും അയാൾ ചെയ്തതിന് ന്യായീകരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ ന്യായീകരിച്ചോ? ഇല്ലല്ലോ. അയാളുടെ ആ സിറ്റുവേഷൻ കൂടെ നോക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. സിറ്റുവേഷനോ? എന്തോന്ന് സിറ്റുവേഷൻ? മനുഷ്യ ആകെ ടെൻഷൻ അടിച്ച് പ്രശ്നമായിരിക്കും. അതിന് മുമ്പ് കട എന്തോന്നാണത്? ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അങ്ങ് എഴുതി വെച്ചാൽ നമ്മൾ ചോദ്യം ചെയ്യേണ്ട ബാലച്ച? വേണ്ട നിലുമ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്റെ നായകൻ ചില സ്ത്രീകളോട് മോശമായിട്ട് ചെറിയ രീതിയിലൊന്ന് പെരുമാറി, അതിന് ഞാനൊന്ന് ന്യായീകരിച്ചു. അതിനാണ് ഇത്രയൊക്കെ പറയുന്നത്. ഏത് സാഹചര്യത്തിലാണെങ്കിലും സ്ത്രീകളോട് മോശമായി പെരുമാറുന്നത് നല്ല സ്വഭാവമല്ല. അതിപ്പോ ആരാണെങ്കിലും തേരണ്ടി വലിച്ചടിക്കണവനെ. ഇത് കണ്ട, നിന്നെക്കാളും പോകുന്നുണ്ട് നീലുമിക്ക്. അതിപ്പോഴാണ് മനസ്സിലായത്. അല്ല, പണ്ടേ മനസ്സിലായി, ഇപ്പൊ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലായി. അല്ല, ഈ നായകൻ തെറ്റായിട്ട് അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറിയെന്ന് ആ സ്ത്രീ തെറ്റിദ്ധരിച്ചാണെങ്കിലോ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കണ്ട, അച്ഛനത് മനസ്സിലായി. അതെന്തുകൊണ്ടാണെന്നറിയോ? അച്ഛന്റെ മനസ്സിൽ അത്രയെങ്കിലും കലാഹൃദയം ആയതുകൊണ്ടാണ്. ഹൃദയം ഉള്ളത് കൊണ്ടാണ്. ഉള്ളത് കൊണ്ടാണ് അച്ഛനത് മനസ്സിലായത്. എന്താ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലല്ലോ? അതങ്ങനെ മക്കളെ, സത്യം ചെരുപ്പിടുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വന്നിരിക്കും. ഇത് സത്യം ചെരിപ്പിടുമ്പോ ഇതിന് ഒട്ടും യോജിക്കണില്ലല്ലോ. ഞാൻ വേറൊരു സിറ്റുവേഷനിൽ പറഞ്ഞതാണ്. ഇതിപ്പോൾ ഇവിടെ ആയിപ്പോയെന്നുള്ളൂ, ക്ഷമിക്കണം. എന്തിനിവിടെ ആവാത്ത ഡയലോഗൊക്കെ പറയാൻ നിൽക്കണേ? ഈ സിറ്റുവേഷൻ, തെറ്റിദ്ധാരണ, സത്യം ചെരുപ്പിട്ട് വരുമ്പോഴത്തേക്കും നുണ ലോകം ചുറ്റും, ഇതൊക്കെ ചുമ്മാ മുട്ടാപ്പൊക്കെ ന്യായങ്ങളല്ലേ? ആത്യന്തികമായിട്ട് സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്നവന്മാരെ മൊത്തം തുറങ്കലടയ്ക്കണം. അത്ര എനിക്ക് പറയുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സിറ്റുവേഷൻ എതിരാണല്ലോ. അതൊന്നും കുഴപ്പമില്ല അച്ഛാ. അവള് ചുമ്മാ വായ തോന്നിയതൊക്കെ പറഞ്ഞിട്ട് പോണതല്ല. അച്ഛൻ അതിനകത്ത് മൈൻഡ് ചെയ്യണേ. മൈൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല മക്കളെ. അതേ, പാലെവിടെ? അയ്യോ, കൊച്ചു പപ്പൻ്റെ കൊടുത്തു വിട്ടല്ലേ, ഇങ്ങോട്ട് എത്തിച്ചില്ലേ? പപ്പന്റെ ഇല്ല. കൊച്ചിൻ്റെ പപ്പൻ്റെ അല്ലേ കൊടുത്തയച്ച്? കൊച്ചിന്റെ പപ്പന്റെ അപ്പന്റെ ഇല്ല. എന്തൊക്കെയുണ്ടോ പറഞ്ഞു. അവസ്ഥാനത്തിൽ തമാശ അറിയാൻ പറഞ്ഞു. ബാലു വേണ്ട, കാണിക്കല്ലേന്ന് വേണ്ട. എന്തോന്ന്? വെറുതെ ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിൽ തെറ്റുകാരന്റെ പേരിൽ തൂങ്ങിച്ചാവണം നിൽക്കല്ലേ. തൂങ്ങിച്ചാവാനാ? എൻ്റെ പൊന്നു രാങ്ങുമാറ ഓണത്തിന് കെട്ടിയ ഊഞ്ഞാലാണത്. ആ കയറാണ് ദ്രവിച്ച് പറഞ്ഞു. അതെങ്ങനെ പിടിച്ച് വലിക്കാൻ നോക്കിയപ്പോൾ തൂങ്ങിച്ചാവണമെന്നാ? സത്യം പറയേ, ആ സ്ത്രീകാരൻ്റെ പേര് മോശമായെന്ന് പറഞ്ഞിട്ട് ഇത് ഊരി എടുത്തിട്ട് റൂം പോയി ഫാനിൽ കെട്ടി തൂങ്ങിച്ചാവാനല്ല പ്ലാന്. രാങ്ങുമാറെ, ഈ ധൈര്യം തന്നില്ലെങ്കിലും പേടിപ്പെടുത്തത് കേട്ടാ. ബാലുവിനെ പറഞ്ഞും കാര്യമില്ല. ഇങ്ങനെ ഒരു സമയത്ത് സ്ത്രീയെ വിളിച്ചു എന്നുള്ളത് പുറം ലോകം അറിഞ്ഞാൽ ഞാനായാലും തൂങ്ങിച്ചാത്താൻ. ഞാൻ അവിടെ തൂങ്ങിച്ചാവാനൊന്നും പോകണില്ല. ബാലു അത്രയ്ക്ക് ഭീരൊന്നുമല്ല. ഞാൻ നേരെ അവരെ വീട്ടിൽ പോയി ഞാൻ അവരെ വിളിച്ച് കാര്യങ്ങൾ ഞാൻ കറക്റ്റാണ് പറയാൻ പോണ്. എനിക്ക് അബദ്ധം പറ്റുകയാണെന്ന് പറയുമ്പോൾ അതെല്ലാം കൂടെ സോൾവ് ആയിട്ട് ഞാൻ ഇഞ്ഞ് വന്നോളാം കേട്ടാ. അത് വേണോ ബാലു? ഫോണിലൂടെ തന്നെ ഇങ്ങനെ പ്രതികരിച്ച് ഇനിയിപ്പോൾ നേരിട്ട് കാണുമ്പോൾ എങ്ങനെയായിരിക്കും? ബാലുവിന് ആരെയും പേടില്ല രാഘുമാരെ. എൻ്റെ നിരാവധി തെളിയിക്കണം. ചെയ്യാത്ത തെറ്റിന് ഇങ്ങനെ ടെൻഷൻ അടിച്ച് കിടക്കാൻ തന്നെ കിട്ടൂല. എന്തൊരു പ്രശ്നം? ഒന്നുമില്ല. അത് ശരി, ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. ബാലു ആ സമയത്തെ രാത്രി 12 മണിക്ക് ഒരു സ്ത്രീയെ വിളിച്ച് ഫോണിൽ അതാകെ പ്രശ്നമായിട്ട് കിടക്കാണ്. അയ്യയ്യേ അണ്ണാ, നിനക്ക് നാണമില്ലടാ. ഇവിടെ ഇതുപോലെ നാട്ടിൽ അറിഞ്ഞ പിന്നെ ഞാനൊക്കെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? എവിടെ കയറി പോകണടാ നീ? നീ വിചാരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ അണ്ണാ. സുരേന്ദ്രൻ, നീ പൊട്ടനാക്കല്ലേ. ഇതുപോലെ അച്ഛൻ അറിഞ്ഞോണ്ടല്ലോ എന്തായിരിക്കും അറിയാലോ എനിക്ക്. അച്ഛൻ അറിഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലും, അത്രേ ഉള്ളൂ. ഇങ്ങനത്തെ ചീള് കേസൊക്കെ തമ്പി അങ്കിളുടെ അടുത്തൊക്കെ പറയാന്ന് പറഞ്ഞാൽ മോശമില്ലെന്ന്. അറിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ മോൻ പിഴച്ചു പോയെന്ന് പറഞ്ഞ് ഹൃദയം പൊട്ടി മരിക്കും. അത്ര ഇഷ്ടമാണല്ലോ അവനെ. ഇനി എന്തൊക്കെ കാണണം ബാലുവേ.
ബാലു കാരണം ഇനി എന്തൊക്കെ ട്രാജഡിയാണോ സംഭവിക്കാൻ പോകുന്നത്. എൻ്റെ രാംകുമാര, ഇത് അബദ്ധത്തിൽ പറ്റിയല്ലേ, മനഃപൂർവ്വം ചെയ്തല്ലോ. ഓ, എല്ലാ വൃത്തികെട്ടന്മാരും ചെയ്യേണ്ടതൊക്കെ ചെയ്തു വെച്ചിട്ട് അവസാനം പറയണത് അബദ്ധത്തെ പറ്റി പോയി അറിഞ്ഞുകൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മതിയല്ല. നീ കുറെ നേരം കൂടെ എന്നെ വൃത്തികെട്ടവരായിട്ട് ചിത്രീകരിക്കാൻ നോക്കാടാ. ചിത്രീകരിച്ചതല്ലല്ല, നടന്ന സംഭവം ഞാൻ പറഞ്ഞത്. രണ്ടുപേരെയും കൂടെ ഞാനൊരു കാര്യം പറയാണ്. ഞാൻ നേരെ സ്റ്റെല്ല മാഡത്തിനെ വീട്ടിൽ പോകും. പോയിട്ട് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്തിട്ട് ഞാൻ വരും. അതുവരെ ഈ കാര്യം രണ്ടുപേരും വീട്ടിൽ അറിയിക്കരുത്. അറിയിച്ചാണ് തോമാറും. ഞാൻ ആരടുത്തും പറയില്ല. പൊട്ടത്തിലാണ് നിന്നോട് കൂടെ പറഞ്ഞത്. പിന്നെ നീ പത്മശ്രീ വാങ്ങിച്ചിട്ടിരിക്കല്ലേ എല്ലാവരും ഇങ്ങനെ വിളിച്ച് കൂകൊണ്ടടക്കാൻ. എനിക്ക് നാണക്കേടുണ്ടേ പറയാൻ വേണ്ടി. ഞാനൊന്നും പറയാൻ പാടില്ല. അപ്പോൾ പറഞ്ഞ പോലെ. ഓ അണ്ണാ, ശരിക്കും എന്താണ് സംഭവം? എനിക്ക് പറയാം. എൻ്റെ ചേട്ടത്തി ആ രാമേണ്ണ ഇക്കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എൻ്റെ തൊലി ഉരിഞ്ഞു പോയി. ചുമ്മാ ഇടർക്കാം. ഇങ്ങനെ ഒരു കുടുംബത്തിലാണല്ലോ ദൈവമേ ഞാൻ വന്ന് കയറിയത്. അതെ കൊച്ചേ, കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ തെറ്റിയതെന്ന് വെച്ചിട്ട് കുടുംബത്തിനെ മൊത്തം അടച്ചാക്ഷേപിക്കല്ലേ, അത് ശരിയല്ല. ഈ പറഞ്ഞ ഒരാളെന്റെ ഒരേ ഒരു അമ്മായച്ചനല്ലേ, അപ്പൊ കുറച്ച് വിഷമമുണ്ട്. കുറച്ചേരൊന്നും മിണ്ടാതിരി. ഞാൻ ഒത്തിരി മിണ്ടായിരിക്കുന്നത് ഞാൻ ഉണ്ട് ചെയ്ത. ഈ നീലമ്മ എന്താ തലയ്ക്ക് കൈ വെച്ചോണ്ടിരിക്കുന്ന ഒന്നും പറയില്ലേ? എനിക്കെന്താ തല കൈ വെച്ചൂടെ? കൊച്ചിൻ്റെ തല കയ്യിലാണോ വെച്ചത്? എൻ്റെ കൊച്ച എൻ്റെ ഇതെല്ലാം കൂടെ കേട്ടിട്ട് എൻ്റെ തല മരവിച്ചിരിക്കുകയാണ്. നീ എങ്ങനെ ഓഫീസിലേക്ക് ചെന്ന് കയറുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ലെന്നേ. മിക്കവാറും ജോലിയൊക്കെ രാജിവെച്ച് വീട്ടിൽ കൊത്തിരിക്കേണ്ട അവസ്ഥയാവും. പാവം അമ്മ, രാജിക്കത്ത് കൊടുക്കാൻ പോലും ഓഫീസിന്റെ പടി ചവിട്ടാൻ അമ്മയെ കൊണ്ട് പറ്റൂല. അതിന് ഓഫീസിൽ പോകേണ്ട കാര്യമില്ലല്ലോ, മെയിൽ ചെയ്താൽ പോരെ, അവര് വായിക്കൂലേ. അതെ, അമ്മ രാജിക്കത്തും കൊടുത്ത് വീട്ടിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ മക്കൾ ഓമെന്നൊന്നും ജീവിക്കുമായിരിക്കും. പട്ടിണി കിടന്ന് ചത്തുവും കൊച്ചുങ്ങളെ. അതാണാടാ ഇപ്പൊ വലിയ കാര്യം നിന്റെ. ആണോടാ? മനുഷ്യൻ ജീവിക്കണത് പിന്നെ ഉണ്ടായിക്കല്ലേ. നീക്ക് എന്തായാലും പട്ടിണി കിടക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ആയുഷ്കാലം മുഴുവനും കഴിക്കാനുള്ള വക പടവലത്ത് കിടപ്പുണ്ട്. എല്ലാരും കുടിക്കണതും കഴിക്കണ കാര്യമൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നോ? ഈ നാറ്റ കേസ് എങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്റെ സാഹിത്യ രംഗത്തെ ഭാവിയെ പറ്റി ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ അച്ഛന്റെ ഭാവിയും ഭൂതവും എന്താവും അറിയാതിരിക്കുമ്പോഴാണ് ചേച്ചിയുടെ സാഹിത്യരംഗത്തെ ഭാവി. എന്തായാലും ഇവിടെ എന്തെങ്കിലും പണി നോക്കണം, അല്ലാതെ നാട്ടിൽ പോയി ആ കടയിൽ കയറിയിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, ഇവിടെ ഇത്രയും വലിയൊരു ചർച്ച നടക്കുന്നത്, എന്തോ അതിനകത്ത് കുത്തിക്കൊണ്ടിരിക്കുന്നേ. ബാലുവച്ചൻ ഒരു സ്ത്രീയുടെ അപമര്യാദയായിട്ട് പെരുമാറിയല്ലോ, അതിന് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വന്നിട്ടുണ്ടോ നോക്കിയതാ. എൻ്റെ കൊച്ചെ, അവ ഇപ്പോൾ കോംപ്രമൈസിൽ പോയിട്ടല്ലേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ടേ വരുവുള്ളൂ. കുറച്ച് സമയമാവും അതൊക്കെ. കുറച്ച് കഴിഞ്ഞ് നോക്കാടി. സ്റ്റെല്ല മാഡത്തിൻ്റെ അടുത്ത് ചർച്ചയ്ക്ക് പോയിട്ട് എന്തായി ബാലു? സ്റ്റെല്ല മാഡത്തിൻ്റെ അടുത്ത് ചർച്ചയ്ക്ക് പോയിട്ട് എന്തായെന്ന്? ഇതാര് പറഞ്ഞു? അല്ല, വെറുതെ നാട്ടുകാരെ വായിന്ന് അറിയുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ എൻ്റെ വായിന്ന് അറിയുന്നത്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ ചേട്ടത്തിൻ്റെ അടുത്ത് അങ്ങ് പറഞ്ഞു. എന്നാലും എൻ്റെ ബാലു. ഞാൻ പറയണ നീ ഒന്ന് കേൾക്കുവോ? ഓ, കേക്കാം ബാലു പറ. എല്ലാം ഒപ്പിച്ച് വെച്ചതും പോരാഞ്ഞിട്ട് കോംപ്രമൈസിന് പോയല്ലേ? അയ്യോ, എല്ലാവരും കൂടെ എൻ്റെ തലേ തീ കോരി ഇടരുതേ. ഞാൻ പറഞ്ഞത് കേള്. രാത്രി ഞാൻ സ്റ്റെല്ല മാഡത്തിനെ വിളിച്ചെന്ന് പറഞ്ഞത് സത്യം തന്നെ. അത് വർക്ക് സൈഡിലെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചല്ലേ. പാതിരാത്രിക്കാണോ വർക്ക് സൈഡിലെ കാര്യം വിളിച്ച് പറയാ? അയ്യോ, വിളിച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. അയ്യോ, മണി 11:30 അപ്പം ഞാൻ കട്ടിങ് ചെയ്ത്. അത് നിങ്ങൾ വിചാരിക്കുമ്പോൾ വേറെ ഒന്നുമില്ല അതില്. എന്നിട്ട് അങ്ങനൊന്നും അല്ലല്ലോ ചിറ്റപ്പൻ പറഞ്ഞത്. ഈ അവനൊക്കെ വല്ലതും കേട്ടോണ്ടാ പറഞ്ഞത്. വാനും തൂമ്പ് കേട്ടോണ്ട് നിങ്ങൾ പറയണൊക്കെ നിങ്ങൾ വിശ്വസിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനുള്ള സമയം വരൂ. കേട്ടോനെ, സത്യത്തിൽ ഇതാണ് സംഭവിച്ചത്. എന്തോ തെറ്റിദ്ധാരണയുടെ പേരിലാണ് ആ സ്റ്റെല്ല മാഡം എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അവരെ പറഞ്ഞ കാര്യം മനസ്സിലാക്കിയോ? പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ ചെന്ന്. അപ്പോൾ അവരെ അമ്മ മാത്രമേ അവിടെ വീട്ടിലുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന ആളാണെന്ന് പറയുമ്പോൾ കയറി അകത്തിരിക്കാൻ പറഞ്ഞ് എന്നെ അകത്താക്കിയിട്ട് അവർ ഇവിടെ അതോ ഇവിടെ അയൽക്കൂട്ടത്തിലാ എവിടെയൊക്കെ ഇറങ്ങി പോകണുണ്ട്. ഞാൻ ആ സെറ്റ് ചെയ്തൊന്ന് മയങ്ങിപ്പോയി. അപ്പോൾ കാണാൻ സ്റ്റെല്ല മാഡം കയറി വന്നപ്പോൾ എന്നെ കണ്ട് ആരെ വീട്ടിനകത്ത് കയറാൻ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പിടിച്ച് പുറത്തിറക്കി. ഞാൻ വീട്ടിൽ അതിച്ചപ്പോൾ കയറി ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. ബെസ്റ്റ്. കോംപ്രമൈസ് ചെയ്യാൻ പോയ ആളുടെ തലയിൽ അടുത്ത കേസായി. എന്നിട്ട് ഞാൻ പറഞ്ഞ വഴി പറയാന്ന് വിളിച്ചു പറഞ്ഞു ഞാൻ വനിതാ കമ്മീഷന് കേസ് കൊടുക്കണം മോനെ എന്ന് പറഞ്ഞു എന്നെ ചീത്തയെ വിളിച്ചു. അതാ ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ. ഈ സ്റ്റെല്ല മാഡം സത്യം പറഞ്ഞാൽ അവർക്ക് ഈ സംഘടനയായിട്ടൊക്കെ നല്ല പിടിപാടാണേ. അല്ല, എനിക്കറിയാവരെ അവർ കേസ് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്തിരിക്കും. എടി, നിനക്ക് അറിയാതെ ഇത്ര ഉണ്ടായിരുന്നത് നീ? ഞാനെന്തിനാ മിണ്ടണത്? എന്നോട് നിങ്ങൾ എന്തെങ്കിലും കാര്യം പറഞ്ഞോ? എന്നോട് നിങ്ങളൊരു കാര്യവും പറഞ്ഞിട്ടൊന്നുമില്ല.
ഞാൻ സുരേന്ദ്രൻ പറഞ്ഞ് അറിഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം സംസാരിച്ച് അത്രേ ഉള്ളൂ. ശേ നീലുവേ, ഞാൻ നീ അറിയാതെ എങ്ങനെയും കോംപ്രമൈസ് ആക്കാൻ നോക്കിയതാണ്, പക്ഷെ നടന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്, നീ വഴിയെ കോംപ്രമൈസ് ആവും. നീ സ്റ്റെല്ല മാഡത്തിനെ വിളിച്ച് ഒന്ന് സംസാരിക്കുക, കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി. ഈ നടന്നേക്കൊ നീ ഒന്ന് പറ. ഹാ, എന്തായാലും എൻ്റെ കുടുംബത്തിൻ്റെ കാര്യമായിപ്പോയില്ലേ, എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റുമോ? സത്യം പറയാ നീലു, എനിക്ക് നിന്റെ ഭർത്താവിൻ്റെ ജീവിച്ച് കോതി തീർന്നില്ലടി. അങ്ങനെ പറഞ്ഞെന്നെ സൂപ്പിക്കണ്ട, ഞാൻ പറഞ്ഞോളാം കേട്ടാ. വിളിക്കുന്നു. ഒരു കാര്യം അറിയാതെ പറയരുത് കേട്ടാ. സത്യം പറയാനില്ല, എനിക്ക് നിന്നോട് ജീവിച്ച് കോതി തീർന്നില്ല.